വീട്ടില നേരത്തെ വന്നു പ്രിയങ്ങളെ. മുത്തുമണിയെ കൊണ്ടുവിടാൻ പോകണം. ഈ ആപ്പിള് കഴിയും. ഇപ്രാവശ്യം സ്നാക്സിനാക്കി ഒൺലി ഫ്രൂട്ട്സ്. പനിയായിരുന്നു രാവിലെ. എന്താ പറയുക, ഇന്നലത്തെ പനിയുടെയും വയ്യാഴികയുടെ എല്ലാം കൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ്. പിന്നെ എഴുന്നേറ്റ് അവരാവിയൊക്കെ പിടിച്ചിട്ട് ജോലിക്ക് പോയി. അതിന്റെ സ്റ്റിക്കറൊക്കെ ഇളക്കി കളാം. ഇളക്കി കളഞ്ഞ് നല്ലപോലെ കഴിഞ്ഞു. പിന്നെ പോയി ആന്റിബയോട്ടിക് തുടങ്ങി. രാവിലെ ആന്റിബയോട്ടിക്കിന്റെ ഗുളികയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് അല്ലാത്ത മെഡിസിനും ഒക്കെ കഴിച്ച് ഒരു ലെവലായി കേട്ടോ. എന്നാലും ചുമയുണ്ട്, തൊണ്ടയ്ക്ക് കിട്ടി ചുമയാണ്. അത് ഇനി ഇൻഫെക്ഷൻ മാറാൻ ആന്റിബയോട്ടിക് കുറച്ച് ദിവസം കഴിക്കണം. പിന്നെ എന്താ പറയുന്നത്, 7 മണിക്കാണ് ട്രെയിൻ. അപ്പം നമ്മൾ 5:30 ആകുമ്പോഴത്തേക്ക് ഒരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. പോയി മുത്തിനെ കൊണ്ടാക്കിയിട്ട് വരാം. ട്രെയിൻ കയറിയിട്ടേ നമ്മൾ വരാവുള്ളത് മോനിക്കുട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു പാക്കറ്റ് പാലും ഒരു പാക്കറ്റ് തൈര് മേടിച്ചു. പാല് നമുക്കല്ല, അമ്മയ്ക്ക് കേട്ടോ. ഇവിടത്തേക്ക് ഞാൻ പേരയ്ക്ക മേടിച്ചു. മുത്തിന് കൊണ്ടുപോകാൻ പേരയ്ക്ക വേണോ? വേണേ ഒരെണ്ണം കൊണ്ടുപോകും. ഇതിന്റെ കവറെല്ലാം കളഞ്ഞ ബേസിനകത്ത്. അപ്പോൾ പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇവിടെ ഇരിക്കുന്നതും കൂടെ ഒക്കെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചോറും ഇച്ചിരി മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇനി രാത്രിയിലത്തേക്ക് പാചകമൊന്നും അതിനൊന്നും സമയവും ഇല്ല. അപ്പോൾ കൊണ്ടുവരുന്നതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പോയേച്ചും വരാം കേട്ടോ. 10 മണിക്ക് കൊണ്ടുപോകാനാണ് ഈ കേക്ക്. ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ബദാം പരിപ്പ്, വാൾനട്ട്, പിന്നെ നമുക്ക് തവണ ഇതൊക്കെയാണ് കൊടുത്തു വിടുന്നത്. മറ്റേ ബാഗ് എടുത്തോ, അതിനകത്ത് വെക്കാനുള്ളതൊക്കെ എടുത്തു വെക്കും. എല്ലാവരും കലണ്ടറൊക്കെ വാങ്ങിച്ചു. കുറേ ദിവസം കൊണ്ട് അമ്മ പറയുവാണേ ഒരു കലണ്ടർ വേണം. മാതൃഭൂമിയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇനി അങ്ങോട്ട് പോവാൻ വേണ്ടി എടുത്തോട്ട് ഇത് ഉദ്ഘാടിക്കാൻ പോവാം. നമ്മുടെ ആതിരക്കുട്ടി അയച്ചെന്ന കുഞ്ഞി ബാഗ് ഒന്ന് പോകുമ്പോ അത് കൊണ്ടുപോവാ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കത്തിക്ക്. അച്ചാച്ചനല്ലേ പോകുന്നത്? അച്ചാച്ചൻ കത്തിക്ക്. അച്ചാച്ചൻ ശരി, അച്ചാച്ചനും കത്തി. ഒരാള് ബാഗൊക്കെ തൂക്കി ആദ്യമേ അങ്ങ് ഇറങ്ങി. ചായയുടെ മേളിൽ കാപ്പി വെച്ചു. ഞാൻ എടുത്തു. ഇപ്പൊ കുളിക്കാൻ കറിയുണ്ടോ? തന്നെ വന്നയാ തന്നെ വന്നോ തോന്നി. ഞാൻ എടുത്തു എന്നോട് ഹോൾ ടിക്കറ്റ് വന്നു വായിക്കട്ടെ.
ഷൊർണൂർ ജംഗ്ഷൻ വഴി പോകുന്ന ട്രെയിൻ നമ്പർ 163 തിരുവനന്തപുരം വെരാവൽ. Can 83 tires. 9G9 83 tires. यात्रा का എടുക്ക് അടയ്ക്കണ്ട. വന്ന് പ്രിയങ്ങളെ മുത്തിനെ കൊണ്ട് വിട്ടിട്ട് എനിക്കങ്ങ് വയ്യെന്ന് വെച്ചാ വയ്യ. ഇയാളിത് കൊണ്ടുപോവാന്ന് പറഞ്ഞ് അവിടെ സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞ ആള് കൊണ്ടുപോയില്ല. എനിക്ക് ഒന്ന് കിടക്കണം. ഇപ്പൊ കിടക്കുമ്പോ കൈയും കാലും കഴിയാച്ച് വാ, ഞാൻ ഒന്ന് കുളിക്കട്ടെ. വെള്ളം ചൂടാക്കാൻ വെക്കട്ടെ. വയ്യ പ്രിയങ്ങളെ, വയ്യ. പനിയുടെ കൊണ്ടായിരിക്കും വല്ലാത്ത അസ്വസ്ഥത. പിന്നെ വരുന്ന വഴിക്ക് പൊറോട്ട വാങ്ങിച്ചു. പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ച് അമ്മയ്ക്ക് 2 കൊടുത്തു. ഞങ്ങൾക്കുള്ളതുമായിട്ട് ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോ കഴിച്ചേച്ച് കിടക്കാം. എനിക്കാണെങ്കിൽ അറിയാലോ, ഞാൻ എങ്ങനെ എത്ര വയ്യെങ്കിലും എനിക്ക് ചോറ് വേണം. ഇന്നെനിക്ക് അതുപോലും വയ്യ. ചോറ് ഇരിപ്പുണ്ടെടുക്കാമെന്ന് എനിക്ക് വയ്യ. അതൊരു പൊറോട്ട കഴിച്ചിട്ട് കിടക്കാം എന്ന് വിചാരിച്ചു. ചോറെടുക്കാൻ അമ്മയ്ക്ക് വയ്യ. വേണ്ട, എന്റെ മുന്നിന്റെ കൈ കൊള്ളും. വേണ്ട, അത് മതി അമ്മയ്ക്ക്. അത് ഇതേ കഴിക്കേണ്ടിയോണ്ട. അന്നേരം തന്നെ കുളിച്ചിട്ട് അന്നേരം കിടന്നാ കൊള്ളാന്ന് ഇരിക്കുവ ഞാൻ. ചരുവ ഇങ്ങെടുത്ത് വെള്ളം ചൂടാക്കട്ടെ. ഭയങ്കര തണുപ്പ്. ഇങ്ങോട്ട് വന്ന വഴിക്ക് അങ്ങ് തണുപ്പ് കയറി. നമ്മുടെ ക്രിസ്തുമസ് കഴിഞ്ഞു. ക്രിസ്തുമസ് ഡിസംബർ 1 മുതൽ 15 വരെയായിരുന്നു നമ്മുടെ ക്രിസ്തുമസ്. ഇനിയിപ്പോ ഒരാൾ അവിടെ ഇവിടെയൊക്കെ മാറി ഇങ്ങനെ ഇരിക്കും. എല്ലാ ജോലിയും പിന്നെ ആയിക്കോട്ടെ. കുളിച്ച് പ്രിയങ്ങളെ തല കഴുകിയില്ല കേട്ടോ. എത്രയും താമസിച്ചത് കൊണ്ട് 9 മണിയായി.
മേല് മാത്രമേ കഴിയുള്ളൂ. പനി കൂടുമെന്ന് ഓർത്തില്ല കേട്ടോ. സന്ധ്യക്ക് വരുന്ന സമയത്തായിരുന്നു ഞാൻ തലയും കൂടെ നനച്ചേ കുളിക്കൂ. കഴിക്കട്ടെ, ഞങ്ങൾ തണുക്കുന്നു. ട്രെയിൻ ഒരു അരമണിക്കൂറോളം ലേറ്റായി വന്നപ്പം. അപ്പൊ ഞങ്ങൾ കഴിച്ച് കിടക്കാൻ പോവാണ് പ്രിയങ്ങളെ. അപ്പൊ കൊറേ ദിവസത്തിന് ശേഷം ഞാനും മോനും കുട്ടനും തനിച്ചായി. ജനുവരി കഴിച്ചിട്ട് വരാം. ഗുഡ് നൈറ്റ്, ബൈ ബൈ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.